ഇപ്പോൾ അവിടെ ചീഫ് വിജിലൻസ് ഓഫീസറുണ്ട്. അതായത് എന്തെങ്കിലും അഴിമതികൾ നടന്നാൽ അത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പിൽഫറേജസ് കണ്ടെത്താനും ഒക്കെയാണ് ഈ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതുവരെ നിയന്ത്രിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഉന്നതയിൽ ഇരിക്കുന്നവരാണ് എന്നാണ് അങ്ങ് പറയുന്നത്. ഈ വെറും ഈ വിജിലൻസ് ഓഫീസർ സംശയം എന്താ? പിന്നെ എന്നെ പോലെ തലയ്ക്ക് സുഖമില്ലാത്ത ഒരുത്തം IPS ഇവിടെ വന്നു, അവന് ബെല്ലും ബ്രേക്കും ഇല്ല, ഞാൻ ബെല്ലും ബ്രേക്കും ഇല്ലാതെ തന്നെയാണ് അവിടെ ചെയ്തത്. ശരി. അപ്പൊ അങ്ങ് പലരും നമ്മുടെ ആദ്യത്തെ ഈ ഇന്റർവ്യൂ കണ്ട ശേഷം പലരും ചോദിച്ച ചോദ്യം, ഇരുന്നപ്പോൾ ഒന്നും പറയാതെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാതെ പുറത്തിറങ്ങിയതിനു ശേഷം വാചകം അടിക്കുന്നു, അത് എന്ത് മാന്യത എന്നാണ് ചോദിക്കുന്നത്. അത് ഒരു അയ്യപ്പ ഭക്തനല്ലേ? അത് വളരെ അത് തികച്ചും അത് കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്, റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഞാൻ അവിടെ ഇരുന്നാലും വേറെ ഏതെങ്കിലും പോസ്റ്റിലിരുന്നാലും എനിക്ക് എപ്പോഴും വിളിച്ച് പത്രസമ്മേളനം നടത്താൻ പറ്റുമോ? ഇപ്പം നടത്തിയില്ലേ ഡോക്ടർ ഹാരിസ്, അതിസത്യസന്ധനായ അങ്ങേയറ്റത്ത് അപ്രൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു B. അശോക് IAS, പ്രശാന്ത്, അവരെല്ലാം നടത്തിയില്ല. എന്നിട്ട് എന്താ സംഭവിച്ചു? യു കനോട്ട് ഫൈറ്റ് അഗൻസ്റ്റ് ദ സിസ്റ്റം ഓർ ദ ഗവൺമെൻറ് ഈസ് വെരി പവർഫുൾ. ഞാൻ ശബരിമല ഇരുന്നപ്പോൾ ഇങ്ങനെ ഈ പത്രസമ്മേളനം നടത്തണതിലൊന്നും കാര്യമില്ല. ഗവൺമെന്റിന് തെറ്റുപറ്റിയാൽ ശിക്ഷിക്കും. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞില്ലെങ്കിൽ ആര് പറയാൻ പറ്റും? പറയാൻ പറ്റും. അല്ല, ഈ സിസ്റ്റം ചന്തു, ലെറ്റ് മീ ഫിനിഷ് ദ ആൻസർ. ഓക്കെ, ഞാൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എനിക്ക് തരണ്ടേ? അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരു പത്രസമ്മേളനം നടത്താതെ, അത് പത്രസമ്മേളനം നടത്തിയാൽ എളുപ്പമല്ലേ എന്നെ അവിടെ നിന്ന് തട്ടാൻ? വളരെ ഈസി ആയിട്ട് തട്ടും. അൺബിക്കമിങ് ആക്ടിവിറ്റി ഓഫ് എ ഗവൺമെന്റ് സർവൻറ്റ്, പബ്ലിക് സർവൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ തട്ടും. ഞങ്ങൾക്ക് കോൺട്രാക്ട് റൂൾസ് നോക്കിയതൊക്കെ അങ്ങനെയൊന്നും പത്രസമ്മേളനം നടത്താൻ പാടില്ല. എനിവേ, ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെപ്റ്റ് ഓൺ സെൻഡിങ് റിപ്പോർട്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ തവളകളാണ്. നമുക്ക് മഴ പെയ്യിക്കണമെങ്കിൽ ദേവസ്വം ബോർഡും പിന്നെ അതിൻ്റെ മുകളിലുള്ള ആളുകളുമാണ്. നമുക്ക് കരയാനേ പറ്റൂ. ഞാൻ റിപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്, എത്ര റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. പിന്നെ ഹൈക്കോടതിയുടെ ശ്രദ്ധയപ്പെടുത്തി. എനിക്ക് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? അടിക്കാൻ പറ്റുമോ? അന്നിരുന്ന സെക്രട്ടറി, ഒരു ഉദ്യോഗസ്ഥന് നമ്മുടെ ഈ സിസ്റ്റംസിനെതിരെ പ്രതികരിക്കണമെങ്കിൽ, അത് IPS ലെവലോ IAS ലെവലോ ഉള്ള ഒരു ഉദ്യോഗസ്ഥന് സിസ്റ്റംസിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല. ആ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്നാണ് അങ്ങ് പറയുന്നത്. സംശയം എന്താ? പ്രതികരിക്കാൻ പറ്റില്ല. പ്രതികരിച്ചാൽ അങ്ങനെ നിങ്ങൾ, അല്ലെങ്കിൽ ചന്ദു നായർ, നിങ്ങൾക്ക് ഒരുപാട് ഇതിനെപ്പറ്റിയൊക്കെ വിവരമുള്ള ആളാണല്ലോ. നിങ്ങൾ പറയൂ, ആരെങ്കിലും പ്രതികരിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടോ? ശരിയാണ്. ഉണ്ടോ?